ഇവള് അവളെ നാടിനെ സ്റ്റാൻഡേർഡ് ആക്കാണ് പക്ക അച്ചടി ഭാഷ ശരിക്കുള്ള ഭാഷ ഞങ്ങളെ മലപ്പുറം ഭാഷയാണ്. ആ എഴുത്തച്ഛൻ മലയാള ഭാഷാ പിതാവ് എഴുത്തച്ഛൻ താമസിക്കുന്നത് എന്റെ വീടിന്റെ അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറം. ഇവളെ കൂടെ കൂടിയിട്ട് ഇവളെ ഭാഷ പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് അങ്ങനെയാണ് ഇങ്ങനെ ഒഴുക്കിട്ട് പറയാം. നീ വെളുപ്പിലെ തേങ്ങ എങ്ങോട്ടാ മോനെ കണ്ട ആ സാധനം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദ് കഴിഞ്ഞെന്ന് അറിയാം, എന്നാലും ഈദ് മുബാറക്. കഴിഞ്ഞ ഈദിന് നമ്മള് ഈദിന്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഇത്തവണ പ്രത്യേകിച്ച് വിശേഷമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കിടന്നുറങ്ങുക, നീക്കുക, ഫുഡ് കഴിക്കുക, അതന്നെ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാസം നമ്മള് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഇവിടെ കിർഗിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു 4 ദിവസം കഴിഞ്ഞ ഇതിന്. ഇത്തവണ കുറെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞങ്ങൾ 2 പേര് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് 4 ദിവസം ലീവ് ഉണ്ടായിരുന്നില്ല. എനിക്ക് 3 ദിവസമേ ലീവ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് പോവായിരുന്നു. പക്ഷെ എനിക്ക് ഓഫീസിൽ നിന്ന് വിട്ട് നിൽക്കാൻ, ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, പക്ഷെ ഓഫീസിൽ നിന്ന് വിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇനി എമർജൻസി ആണ്. കുറേ പേര് നാട്ടിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇത്തവണ ഈദ് ഞങ്ങൾ ഫസ്റ്റത്തെ UAE ഈദാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. കിടന്നുറങ്ങാൻ പിന്നെ എനിക്ക് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഫ്രണ്ട്സിന്റെ വീട്ടിലായിരുന്നു ഇതിന്റെ അന്ന് ഇവിടെ തന്നെ ഞങ്ങൾ നിസ്കരിക്കാനൊക്കെ പോയി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു ഞങ്ങൾ ഈദ്ഗാഹിന് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറെ പേരെ കണ്ടു. അവിടെ ഈദ്ഗാഹ് പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. അവിടെയാണ് കോമഡി ഉണ്ടായിട്ടുള്ളത്. ഈ പെണ്ണുങ്ങളെ ബുദ്ധിനെ ഞങ്ങളെല്ലാവരും ഒന്ന് സ്മരിച്ചൊരു സംഭവമാണ്. ഒരു വെൽ പ്ലാൻഡ് ആക്കിയിട്ട് ഞങ്ങൾക്കൊരു പണി തന്നു. ഇവര് ഭാര്യമാരെല്ലാവരും കൂടി, ഞങ്ങൾ ഏകദേശം ഒരു 14 പേരുണ്ട് അവിടെ UAE ബോയ്സും പിന്നെ അവരെ ഭാര്യമാരൊക്കെ കൂടിയായിട്ട്. ഇവര് ഭാര്യമാരെല്ലാം പ്ലാൻ ചെയ്തിട്ട് എല്ലാവർക്കും ഒരേ ടീഷർട്ട് ഇട്ട്, ഇത് ആരോടും പറഞ്ഞില്ല, എല്ലാവരും ഒരേ ടീഷർട്ട് ഭാര്യമാരെ വക എന്ന് പറഞ്ഞു കൊടുത്തു. ഏറ്റവും കോമഡി എന്താന്ന് പെരുന്നാളായിട്ട് എനിക്ക് സാലറി ഒക്കെ കിട്ടി, എനിക്കൊന്നും എടുത്തന്നില്ല. ഞാൻ ഈ സാധനം വാങ്ങി വെച്ചിക്കണേ. അപ്പൊ ഇത് ഞാൻ എങ്ങനെ കൊടുക്കുക, എന്ത് പറഞ്ഞിട്ടാ കൊടുക്കുക വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ വെച്ചിരിക്കുക. ആ സമയത്ത് അജുക്കൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം, പെരുന്നാളായിട്ട് എനിക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല, എനിക്ക് സാലറി ആയിട്ട് ഒന്നും മേടിച്ചെന്നില്ല ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അങ്ങോട്ട് എടുത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതെന്താക്കി ഇത് കൊണ്ടുപോയിട്ട് കൊടുത്ത്. പക്ഷെ ഞാൻ അറിയുന്നില്ല കാരണം എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സെയിം ടീഷർട്ട് ആയിരിക്കും എന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോ ഇത് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ടീഷർട്ട് സംഭവം ഭാര്യമാര് എല്ലാ പെരുന്നാൾക്കും ഇതേപോലെ എല്ലാ ഭാര്യമാരും കൊടുക്കാറുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരേ കളറാണ് എന്ന് ആർക്കും അറിയില്ല. അന്ന് ഞങ്ങൾ നേരിട്ട് കാണുന്ന വരെ ചെക്കന്മാര് വരെ അറിയൂല ഇങ്ങനെ ഒരു ടീഷർട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അല്ല സെയിം ടീഷർട്ടാണ്. ഏറ്റവും വലിയ കോമഡി ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ വേറൊരു ആൾക്ക് ആ ടീഷർട്ട് എത്തിച്ചത് ഞങ്ങൾ അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അവൻ്റെ വൈഫ് തന്നതാണ് എന്ന് പറഞ്ഞിട്ടു ഞാൻ കൊണ്ടുപോയി കൊടുത്തതും സെയിം ടീഷർട്ടാണ്. ഞാനത് കണ്ടിട്ടില്ല. കവർ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ഫ്രണ്ട്സിന് ഒത്തിരി കൊണ്ടിട്ട് അവനോട് പറഞ്ഞൊക്കെയാണ് ഈ ടീഷർട്ട് അവനക്ക് കൊടുക്കണം കേട്ടോ, എന്നിട്ട് പെരുന്നാൾക്ക് ഈ ഷർട്ട് ഈ ടീഷർട്ട് ഇടാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അതായത് ഈ ടീഷർട്ട് പരസ്പരം എത്തിച്ചിരിക്കുന്നത് ബോയ്സ് തമ്മിലാണ്. പക്ഷെ ബോയ്സ് ഈ കൊടുക്കണവർക്ക് അറിയില്ല ഈ കവറിന്റെ ഉള്ളിലുള്ളത് അവന്റെ ഒക്കെ ഉള്ള അതേ ടീഷർട്ടാണ്. പൊട്ടിക്കണ്ടെന്ന് അവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇട്ടാ മതി എന്ന് പറയുന്നത്. നമുക്കാർക്കും അറിയുന്നില്ലല്ലോ ടീഷർട്ട് സെയിം ആണെന്നല്ല. അന്ന് പരസ്പരം ഫസ്റ്റ് നോർമൽ ഇങ്ങനെ വന്ന് താഴെ ഫ്രണ്ട്സ് കാത്തൊക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇങ്ങനെ വന്ന് അപ്പോൾ കാറിൽ എന്നെ വിളിക്കാൻ വന്നതിന് നോർമൽ ഡ്രസ്സിലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചോദിച്ചു മറ്റവനോട് ചോദിച്ചപ്പോൾ അവിടെ ഷോപ്പിൻ്റെ ഉള്ളിൽ പോയിരുന്നു പറഞ്ഞു. അവൻ
പുറത്തിറങ്ങിയപ്പോൾ ഞാനിട്ട് അവനിട്ടിരിക്കണ സെയിം ടീഷർട്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് പോയി മാറ്റുക. അപ്പം ഞാൻ മാറ്റാൻ നിന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ രണ്ടാളല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനും അവനും കൂടി ഇങ്ങനെ പറയാണ് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഊക്കൂലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ആ വീട്ടിലെത്തിയിട്ട് ആ ഡോറാണ് തുറന്നപ്പോൾ 10 പേര് സെയിം ടീഷർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കണ്. ഭയങ്കര രസമായിരുന്നു. എൻ്റെ വീഡിയോ ഉണ്ട്, കാണാത്തവർ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ക്ലിപ്പ് ഇതിൽ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അല്ല നമ്മൾ വന്ന വിഷയത്തിൽ നിന്ന് മാറി വന്ന വിഷയത്തേക്ക് പെരുന്നാളിന്റെ വിശേഷങ്ങൾ പറഞ്ഞു നമ്മൾ ഇവിടെ എത്തി. പനി, എനിക്ക് പനി പിടിച്ചു, അങ്ങനെ കുറച്ച് സംഭവിച്ചേ. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി പോകണ്ടേ, വിശേഷങ്ങൾ പറയട്ടെ. മതി. അപ്പൊ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പറഞ്ഞാ കുറച്ച് കൊല്ലം വേഴ്സസ് മലപ്പുറം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് നമ്മള് കൊല്ലം വേഴ്സസ് മലപ്പുറം സ്ലാങ് ചലഞ്ച് അന്ന് നമ്മൾ എന്തെങ്കിലും കൊടുത്തു പ്രോഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ സ്ലാങ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ട് ജില്ലക്കാരെയും എന്താ പറയുക, അവരെ സ്ലാങ്ങിനെ കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ എന്താ പറയണേ, ഇവരെന്താ പറയണേ, ലൈക്ക് ജസ്റ്റ് ഫണ്ണി വീഡിയോ. അതിന് അങ്ങനെ എടുത്താൽ മതി. അല്ലാണ്ട് എൻ്റെ നാട്ടുകാരെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഇവരെ നാട്ടുകാരെ കളിയാക്കിയിട്ടോ ഉള്ളൊരു വീഡിയോ അല്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾ കൊല്ലത്തെ കളിയാക്കിയിട്ടാണ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് ഫണ്ട്. നമ്മൾ എന്താണ് പറയണത് എന്ന് നിങ്ങളെയും കൂടെ എന്താ പറയുക, നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ലേ. ടൈം ലാഗ് ചെയ്യേണ്ട വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോ പോലെ അജുക്ക മാത്രമല്ല ഈ നിർത്തൂല. നമ്മൾ എല്ലാ വീഡിയോസും അങ്ങനെയാണ് അറിയാലോ. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്നെ ഇഷ്ടപ്പെടില്ല, എന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യട്ടെ എല്ലാവരും. തുടങ്ങാം. നമ്മള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഓർമ്മ ഉള്ള ആൾക്കാരായതുകൊണ്ട് പടച്ചോനെല്ലാം തന്നു, പക്ഷെ അരണന്റെ ബുദ്ധിയെ തന്നു. ഭയങ്കര മറവിയ. അതാ പോയി. അജിക്ക മലപ്പുറത്ത് പറയും, ഞാൻ കൊല്ലത്തിലേക്ക് എന്താ പറയണേന്ന് പറയും. അപ്പോൾ നമ്മൾ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മലപ്പുറത്ത് അറിയാലോ. ഒരു നാടിനെ മുറിച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് ഒരുപാട് പല ഭാഷകളുണ്ടാവും. അപ്പം ഞാൻ എന്താണോ പറയുന്നത് അതാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ നാട്ടിനെ കളിയാക്കാനോ ഫസ്റ്റ് നാട്ടിനെ കളിയാക്കാനോ വേണ്ടിയിട്ടല്ല. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എന്താ പറയാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലായിട്ട് നമ്മളൊരു കോൺവെർസേഷനിൽ വരുന്നൊരു സംഭവമാണ് എന്താണ് ജിങ്ങനെ, അങ്ങനെയൊക്കെ ചോദിക്കുക. എന്താണ് ജിങ്ങനെ, എന്താ അത് അങ്ങനെ ചോദിക്കുക. നിങ്ങളോട് എന്താ പറയുക? എന്തുവാ നീ ഇങ്ങനെ, നീ എന്തുങ്ങനെ, എന്തുവാ നീ എന്തുങ്ങനെ. അതെ, ഇവിടെ ഫോൺ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ഈ എന്തുവാ ഉമ്മീ ഇങ്ങനെ ഒരു എന്താണ് സോങ് പോലെയാണ്. എന്തുവാ അങ്ങനെ എന്താ ചിങ്ങനെ, എന്താ എന്തോ നീ ഇങ്ങനെ, നീ എന്തെങ്ങനെ, എന്തുവാ. പിന്നുള്ള എന്താ കാണിക്കണത്, നീ എന്തോ കാണിക്കുന്നേ, എന്തോ നീ എന്തുവാ കാണിക്കുന്നേ. ഇവര് നമ്മളവിടെ ഈ അങ്ങനെയൊക്കെ പറയാം. എന്താ കാണിക്കുന്നേ, നീ എന്തോ കാണിക്കുന്നേ, നീ എന്തോ കാണിക്കുന്നേ, നീ എന്ത് തേങ്ങണി കാണിക്കണേ, അങ്ങനെ നീ എന്ത് തേങ്ങയാ കാണിക്കുന്നേ, നീ എന്തൊരു തേങ്ങ കാണിക്കുന്നേ. അല്ല എനിക്ക് നീ എന്ത് തേങ്ങ കാണിക്കുന്നേ. ഇവിടെ അവളെ നാടിനെ സ്റ്റാൻഡേർഡ് ആക്കാൻ പക്ക അച്ചടി ഭാഷ. ഞങ്ങൾ ഇങ്ങനത്തെ പറയല്ലേ, ഇപ്പൊ നിങ്ങളെ കൂടെ കൂടിയിട്ട് എനിക്ക് ശരിക്കുള്ള ഭാഷ ഞങ്ങളെ മലപ്പുറം ഭാഷയാണ്. ആ എഴുത്തച്ഛൻ, മലയാള ഭാഷ പിതാവ് എഴുത്തച്ഛൻ താമസിക്കുന്നത് എന്റെ വീടിന്റെ അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറം. മലയാള ഭാഷ അവിടുന്നാണ് ഉണ്ടായിട്ടുള്ളത്. മഹാകവി വള്ളത്തോൾ എന്റെ വീടിന്റെ മലയാള ഭാഷ എന്തുവാ അടുത്ത പറയും. മഹാകവി എഴുത്തച്ഛൻ താമസിക്കുന്നത് തിരൂര്, എന്റെ വീടിന്ന് 10 കിലോമീറ്റർ അപ്പുറം. മഹാകവി വള്ളത്തോള് എന്റെ വീടിന്ന് 3 കിലോമീറ്റർ അപ്പുറം. അപ്പൊ ഞങ്ങളതാണ് ശരിക്കുള്ള മലയാള ഭാഷ. കോയിമുട എന്തുവാ നിങ്ങളല്ലേ. പിന്നെ ഒരു പെണ്ണിനെ കണ്ടായിട്ട് ഓളെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ,
അങ്ങനെയൊക്കെ ആ പറയും. കൊച്ചിനെ കാണാൻ കൊള്ളാല്ലേ, ആ കൊച്ചിനെ ആ കൊച്ചിനെ കാണാൻ കൊള്ളാം. നിങ്ങളവിടെ പെണ്ണിനെ എന്താണ് കൊച്ചെന്ന് പറയാ? ആ കൊച്ച്, അവള്, അങ്ങനെയൊക്കെ പറയും. ആ പെണ്ണിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ കൊച്ചിനെ, ഞങ്ങൾ കൊച്ചിനല്ലേ പറയാ, അല്ലെങ്കിൽ ഓളെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ എന്നൊക്കെ ആ പറയും. കൊച്ചിനെ കാണാൻ കൊള്ളാല്ലേ, കൊച്ചിനെ ആ കൊച്ചിനെ കാണാൻ രസമുണ്ടല്ലേ. പിന്നെ എന്താണ് ഇടയ്ക്കിപ്പോ ഒരാള് രാവിലെ തന്നെ ഇജ്ജെവിടേക്ക് രാവിലെ തന്നെ പോകണമെന്നൊക്കെ ചോദിക്കില്ലേ? എന്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്നുള്ള അറിയില്ല. ഇജ്ജെവിടേക്ക് രാവിലെ തന്നെ പോണേ? എന്താ പറയാ, നീ നേരം വെളുത്തപ്പോ തന്നെ എങ്ങോട്ടാ, നീ നേരം വെളുത്തപ്പോ തന്നെ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളോട് പറഞ്ഞോളൂ, ഈ നേരം വെളുത്തപ്പോ തന്നെ കൊടുക്കാൻ പോണു. നീ ഈ നേരം വെളുക്കുമ്പോ തന്നെ എങ്ങോട്ടാ പോന്നെ? നിങ്ങൾ അവിടെ വേറെ എന്തോണ് ഈ വെളുപ്പിനെ എങ്ങോട്ടാന്നൊക്കെ അല്ലേ ചോദിക്കുന്നത്? എന്റെ വീട്ടിലൊക്കെ എങ്ങനെയാ ഈ വെളുപ്പിനെ തന്നെ എങ്ങോട്ടാ പോനെ? അങ്ങനെ പറയട്ടെ, നീ വെളുപ്പിനെ തന്നെ ഇവളെ കൂടെ കൂടിയിട്ട് ഇവളെ ഭാഷ പഠിച്ചിരുന്നു. ഞാൻ വന്നിട്ട് ഇവരെ കൂടെ കൂടിയിട്ട് എനിക്ക് ആകെ കുഴയാണേ. ഈ വെളുപ്പിനെ തന്നെ എങ്ങോട്ടാ പോനെ പറയുമ്പോ ടോണ പെണ്ണുങ്ങൾ നിങ്ങളത് അങ്ങനെയാണ്, ഇങ്ങനെ 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 ഒഴുക്കിട്ടാ പറയാ. വെളുപ്പിനെ പറയും. നീ വെളുപ്പിനെ തേങ്ങ എങ്ങോട്ടാ മോനെ കണ്ട ആ സാധനം ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ അതിന്റെ ഗ്രാഫ്. രാവിലത്തിന് കൊടുക്കടാ, സിമ്പിളാണ് നിങ്ങള്. പിന്നെ നമ്മളിപ്പോ എന്താ, പിന്നെ നമ്മൾ നോർമലായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരാളോട് രാവിലെ ചായയൊക്കെ കുടിച്ചാ, പിന്നെ വീട്ടിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മമാരോട് ചായ കുടിച്ചാ, ആ ഒരു ഒറ്റ വേടാണ് ചായ കുടിച്ചാ, പിന്നെ കുടിച്ച് എന്താ കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ ഇഡ്ഡലി അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കുക, ഇങ്ങനെ എന്താണ് ചായ കുടിച്ചാ, ചായക്ക് എന്തായിരുന്നു കടി, അങ്ങനെ ചോദിക്കുക. നമ്മളവിടെ എന്റെ നാട്ടിലുള്ള ഞാനെന്നെ പറഞ്ഞത്, ഞങ്ങളവിടെ പറയല് ഇവര് ചായ എന്നാ പറയാ, ഞങ്ങളവിടെ കാപ്പി എന്നാ പറയാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി, ഇവര് ചായ. അതായത് നമ്മള് ഇപ്പൊ ചായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ അങ്ങനത്തെ സംഭവങ്ങളാണ്. സുലൈമാനി. അപ്പൊ നിങ്ങള് രാവിലത്തെ കടിക്ക് ചായ എന്നാലോ പറയണേ? അതന്നെ ചായന്റെ കടി, അങ്ങനെ പറയാം, ചായന്റെ കടി. അതായത് ദോശ. ഇവര് ഈ കഴിക്കണ സംഭവത്തിനും കുടിക്കണതിനും കാപ്പി. രാവിലത്തെ കാപ്പി. രാവിലെ എന്തോ കാപ്പി ഉണ്ടാക്കിയേ? കാപ്പിയൊക്കെ കുടിച്ചോ മോനെ? അപ്പൊ ഇവിടെ റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചപ്പോ കാപ്പിയൊക്കെ കുടിച്ചോ മോനെ? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഞാൻ പറയാം സുലൈമാനി കുടിച്ചു. വേറെ കാപ്പി ഒന്നും കുടിച്ചില്ലേ? വേറെ കാപ്പി അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അവര് എല്ലാത്തിനും കാപ്പി 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 എന്ന് പറയാം. പിന്നെന്താ, ഇപ്പോൾ എന്താണ് ഒരാളായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വീട്ടിലത്തെ കാലം എന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിലത്തെ വർത്താനം എന്താ, അങ്ങനെയൊക്കെ ചോദിക്കും. നിങ്ങളവിടെ വീട്ടിലെന്തുവാ വിശേഷം? വീട്ടിലത്തെ എന്താടാ നമ്മളിങ്ങനെ വീട്ടിലത്തെ ആലെന്താടാ, വീട്ടിലെന്തുവാടി വിശേഷം? പിന്നെയാണ് സംഭവം, ഞാൻ എൻ്റെ ലൈഫിൽ ഇവളെടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടൊരു സംഭവമാണ്. ഇവള് വീട്ടിൽ കുളിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ ഒരുജാതി സ്വഭാവമാണെന്നാ പറയാ. ഇപ്പൊ ഉമ്മ കുളിച്ച് ഫസിന്റെ ഒരുജാതി സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒജായി സ്വഭാവം, അങ്ങനെ ഒരു ജാതി എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു ഒജായി, ഈ പെണ്ണിന്റെ ഒജായി സ്വഭാവമാണ്, അല്ലെങ്കിൽ ഫസിന്റെ ഒജായി സ്വഭാവാട്ടാ, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇവരെ എന്താ പറയാ, ഫസിന്റെ ഒജായി സ്വഭാവമാണ്, അങ്ങനെയൊക്കെ പറയും. ഞാൻ അങ്ങനെ പറയാറിയാ, അജിക്കന്റെ ഒരു പന്ന സ്വഭാവം, എന്തൊരു പന്ന സ്വഭാവം ഇത്, അങ്ങനെ പറയാ. ആദ്യമൊക്കെ അത് കേൾക്കുമ്പോ നമ്മള് സുരേഷ് ഗോപിന്റെ പടത്തില മറ്റേ അങ്ങനത്തെ പന്ന ഉള്ള ആ ഒരു വീട് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇവരവിടെ ഒരു കോമൺ ആണ്, ഇങ്ങനെ പന്ന മീൻസ് ജാതി ഒരുമാതിരി ഒരു സാധനം കേടുന്നത് അത് പന്നലായി നാശായി പറയില്ലേ, അത് പന്നലായി കറി കേടന്ന് പന്നലായി, ചോറ് പന്നലാ. ഞങ്ങളവിടെ ഇതിന് ഈ അജുക്കാട് പന്ന സ്വഭാവ ഉമ്മി എത്ര പറഞ്ഞാലും കേക്കത്തില്ല. അതൊന്ന് പറഞ്ഞേ. ഈ അജുക്കന്റെ പന്ന സ്വഭാവം എത്ര പറഞ്ഞാലും കേക്കത്തില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും കേക്കത്തില്ല. ചായ സ്വഭാവമാണ്, ഇത് വൃത്തിയുടെ സ്വഭാവമാണ്, സത്യാണ്.
പിന്നെ എന്താണ് പിന്നെ ഓളെ പേരെവിടെ? ആ കൊച്ചിന്റെ വീട് എവിടാ? ആ കൊച്ചിന്റെ വീട് എവിടാ? ഓളെ പേരെവിടെ? ആ കൊച്ചിന്റെ വീട് എവിടെയാ? ആ കൊച്ചിന്റെ വീട് എവിടാ? ഇജ്ജൊന്ന് ഇങ്ങോട്ട് വന്നാ, അല്ലെങ്കിൽ ഇജ്ജ് ഇങ്ങോട്ട് വാ. എടി ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വാടാ. അതല്ലേ ഞാൻ പറഞ്ഞു. ഇജ്ജ് ഇങ്ങോട്ട് വാ. ഇഞ്ചി ഇങ്ങോട്ട് വാന്നല്ലേ പറഞ്ഞേ. എടാ ഇങ്ങോട്ട് വാടാ. എടി ഇങ്ങോട്ട് വാടി. എടി ഇങ്ങോ, അങ്ങനെ എന്തായാലും പറയാം. ഒന്ന് ഇങ്ങ് വന്നേ, ഫസ്ന ഒന്നിങ്ങ് വന്നേ എന്ന് അങ്ങനെയല്ലേ പറയാ? അങ്ങനെ പറയലുണ്ട്. ഞങ്ങളോട് എന്റെ അമ്മ അവിടെ അടുക്കള. ആ ഞാൻ കേട്ട് എനിക്കറിയാം ഇവളെ അവിടെ നാടിന്റെ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആക്കാനും വേണ്ടിട്ട് ഞാൻ ആകെ 4-5 വട്ടം എന്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ. എനിക്കറിയാം അവിടെ എന്താ പറയുന്നത്. എനിക്ക് കിട്ടും. ഫസ്ന ഒന്നിങ്ങ് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേ പറയാറുണ്ട്. ശരി, ഒന്നിങ്ങ് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങ് വാ കൊച്ചേ അങ്ങനെ പറയും നമ്മളവിടെ. അജ്മല ഇവിടെ എന്താ, ഒന്നും കൊണ്ടെന്താ പോവാത്തോണ്ട് കേക്കാത്തോണ്ട് ഇരിക്കും ചെയ്യും. പിന്നെ ഇപ്പൊ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോ, എന്റെ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോ ചോറ്റിക്ക് എന്തായിരുന്നു? ചോറ്റിക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു. ഉപ്പേരി, പപ്പടം, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. പയറുപ്പേരി, വെണ്ടക്കുപ്പേരി എന്നൊക്കെ പറയും. പക്ഷെ ഇവരവിടെ ഉപ്പേരിക്ക് വേറെ ഒന്നും അല്ലെ. ഞങ്ങള് ചോറിന് എന്തായിരുന്നു കറി, ഉപ്പേരി. ഞങ്ങൾക്ക് ഉപ്പേരി പറഞ്ഞു കഴിഞ്ഞാല് ചിപ്സ് ആണ്. ചിപ്സ് ഇവരവിടെ നമ്മളെ എന്താണ് ഇതില്ലേ, വായക്കുറുക്ക്. ഞങ്ങളുടെ വായക്കുറുക്ക്, അതായത് ബനാന ചിപ്സ് ഇല്ലേ, ബനാന ചിപ്സ്. ഞങ്ങളോട് വായക്കുറുക്ക് എന്ന് പറയാം. ഇവരവിടെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനാണ് പറയാ. ഞങ്ങൾക്ക് ഈ നിങ്ങൾ പറയുന്ന ഈ ചോറ്റുകൾ ഉപ്പേരി, ഞങ്ങൾക്ക് തോരൻ, അല്ലെങ്കിൽ എന്താണെങ്കിലും തേങ്ങട്ട് ഉണ്ടാക്കിയ സാധനം തോരൻ, എണ്ണയില് ഉണ്ടാക്കുന്ന സാധനം മെഴുക്ക് വരട്ടി. ഞങ്ങൾക്ക് ഈ ഉപ്പേരി തോരൻ, മെഴുക്ക് വരട്ടി. ആദ്യമില്ലേ എനിക്ക് ഇവരോടെ ഫസ്റ്റ് കല്യാണം പോയ സമയത്ത് നമ്മൾ വിളിക്കല്ലോ, വിളിക്കുന്ന സമയത്ത് ഉമ്മാനെ ഞാൻ വിളിച്ച് ഞാൻ പറയും ഉമ്മ എന്തായിരുന്നു ചോറിൽ എന്തായിരുന്നു കറിയൊക്കെ? അപ്പം പറയും ചോറില് ഉപ്പേരി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു ഒക്കെ പറയും. ഇവര് ഞാൻ കേട്ടിട്ടുണ്ട് ചില ഡോക്ടർമാരൊക്കെ ചോറില് മിച്ചറിട്ട് കഴിക്കുന്നു. ഡോക്ടേഴ്സ് ചോറില് മിച്ചറിട്ട് കഴിക്കും. ചില ആൾക്കാർ അങ്ങനെ തന്നെ ചോറില് മിച്ചറിട്ട് കഴിക്കും. അല്ല പൊതുവെ അല്ല ചോറില് എന്തിട്ട് കഴിക്കുന്ന പറഞ്ഞേ? ചോറില് മിച്ചറിട്ട് കഴിക്കുന്ന ആൾക്കാർ. അവരെ ഇവര് ചോറിൽ ഈ ചിപ്സ് ഇട്ട് കഴിക്കും. ചിപ്സ് ഇട്ടാണോ കഴിക്കുന്നത്? അങ്ങനെ പിന്നെ ഉമ്മൾക്ക് പറയും ചോറിക്ക് എന്താണ് ചീര ഉപ്പേരി ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ ഉപ്പേരി മറ്റതാണ്. അതുപോലെ തന്നെയല്ലേ ഞങ്ങളവിടെ ഈ ട്രിപ്പ് ഞങ്ങൾ പറയണത് എന്താണെന്നറിയോ? കറങ്ങാൻ പോണെയാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പ്. ഞങ്ങളിവിടെ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ട്രിപ്പ് ഇടുകയല്ല, അത് ട്രിപ്പ് ഇടുക. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ടൂറ് പോണെയാണ് ട്രിപ്പ്. അപ്പം എന്താണ് ഈ ഓട്ടോ, നിങ്ങളിപ്പോ ആദ്യം ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഉമ്മ ഇപ്പൊ ഇവിടെ എപ്പാക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മൈൻഡിൽ എന്താ അമ്മോസനൊക്കെ ഉള്ള സെറ്റമാണ്. ഞാൻ പറയട്ടെ, എന്ന് വിളിച്ചാലും ഉണ്ട് ട്രിപ്പ്, എന്നിട്ട് ഇപ്പൊക്കെ സീനാണ്, ഉള്ള ട്രിപ്പാണ്. പിന്നല്ല മനസ്സിലായത് ഇപ്പൊ ഇങ്ങനെ ഞങ്ങളവിടെ പറയുന്നത് ഓട്ടം എന്നാണ്. അയൽവാസികളോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വിളിക്കുമ്പോ ഇങ്ങനെ പോകും. എന്നോട് ഇങ്ങനെ പറയാം അയൽവാസികള് ആയിട്ട് ട്രിപ്പ് പോയി. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഈ പറയുന്ന ട്രിപ്പ് പറയണ ഞങ്ങൾ പറയണ ഓട്ടാണെന്ന്. അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഉമ്മയെ കളി പറയുന്നു അമ്മോസം പറഞ്ഞ അമ്മായിപ്പന്നാണ് പറയട്ടെ. അമ്മായിപ്പ ഫുള്ള് ട്രിപ്പാണെന്ന് തോന്നണേ. എന്ന് വിളിച്ചാലും ട്രിപ്പാണ്, സീനാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മളവിടെ പല രീതിയിൽ പറയും. പക്ഷെ ഇവരെ നാട്ടിലത്തെ ഭാഷ, ആ നാട്ടിൽ കാല് കുത്തിയാൽ തന്നെ അറിയാം ഒരു പ്രത്യേകത. അതായത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പെണ്ണുങ്ങള് രാവിലെ എല്ലാവരും പണിക്ക് പോണ, തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങളെ തോന്നുന്നുണ്ട്. അവര് നമ്മളെ കർച്ചീഫില്ലേ, കർച്ചീഫ് ഇങ്ങനെ താടിയിൽ കെട്ടിയിട്ടുണ്ടാവും. പത്തനാപുരത്തെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ കുറെ പെണ്ണുങ്ങള് ഈ കർച്ചീഫ് ഇട്ടിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ആൾക്കാരെ പോലെ ഇങ്ങനെ, അതായത് തണുപ്പ് തട്ടായിരിക്കാനാണ് ഇങ്ങനെ, അതായത് മഞ്ഞ് ഇവിടെ ഇങ്ങനെ കെട്ടും പെണ്ണുങ്ങള്.
വയസ്സായവരാണ്. അങ്ങനെ കുറെ സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മലപ്പുറം ഭാഷയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല ഭാഷ. പ്യുവർ മലയാളം. ഞാൻ പറയില്ല, എഴുത്തച്ഛണ്ട്, വള്ളത്തോളുണ്ട്, എല്ലാവരും എവിടെയാണ്. മാത്രമല്ല എൻ്റെ നാട് നിൽക്കുന്ന ചമ്രവട്ടം, തിരൂർ, മലപ്പുറം ജില്ലയിലെ തിരൂര് ചമ്രവട്ടം, പൊന്നാനി ചമ്രവട്ടം അല്ല, തിരൂര് ചമ്രവട്ടം, അതായത് ഇക്കരെ എൻ്റെ വീട് നിൽക്കുന്ന ആ ഭാഗത്താണ്. ഇന്ത്യയിൽ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ, അതായത് ഇന്ത്യയിൽ 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഫസ്റ്റത്തെ ഗ്രാമമാണ് ചമ്രവട്ടം. അതായത് അവിടുത്തെ ആ ഒരു അംഗീകാരം കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു കുട്ടിയെങ്കിലും കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്നുള്ളൊരു സർവേൻ്റെ അടിസ്ഥാനത്തിലാണ് 2001 അതോ 2011 അറിയില്ല, ഇന്ത്യയിലെ 100% കമ്പ്യൂട്ടർ ലിറ്ററസി വില്ലേജ് എന്നുള്ളത് ഞങ്ങളുടെ നാടിനായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളാണ് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ. നല്ല മലയാളം സംസാരിക്കുന്ന നല്ല സ്വഭാവത്തിന് ഉടമകളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പടച്ചവനെല്ലാം തന്ന്, പക്ഷെ തന്നത് കാരണം എൻ്റെ ബുദ്ധിയായി പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. കുറെ മറന്നുപോയി. ഓർമ്മ ഉണ്ടാവില്ല. അതെനിക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം സൂയില് പോയിട്ടാ. സൂയില് പോയ സമയത്ത് അജിക്ക കൂടുതലും ഈ ബ്ലാക്ക് ഇടണേ. അപ്പൊ അവിടെ വേറൊരു കൊണ്ടോട്ടിക്കാരൻ ഓന് സെയിം ബ്ലാക്ക് ഇട്ടാ. ഞാനാണെങ്കിലോ ഓന്റെ കൈ പോയിട്ട് ഇങ്ങനെ പിടിച്ച് ഓനിങ്ങനെ കൈ എടുക്കുന്നത് ഞാൻ ബ്ലാക്ക് ഷർട്ട് കണ്ടപ്പോ ഞാൻ അങ്ങനെ പിടിച്ചു. അജിക്ക പണ്ട് എന്തോ കാര്യമായിട്ട് പറയാൻ വരിക, ഫുള്ള് പാമ്പും ഒക്കെ ഇങ്ങനെ നിക്കുക. അപ്പൊ ഇങ്ങനെ പിടിച്ചത് ഓന് എനിക്കും എന്താ പോലായി, ഓനക്കും എന്താ പോലായി. ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളും ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. വ്ളോഗ് എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് മക്കളെ, പക്ഷെ നടക്കണില്ല, പറ്റണില്ല. ഒരു തിരക്കെ പോവും. ഇപ്പൊ വ്ളോഗ് എടുക്കുന്നുണ്ട്, മാക്സിമം വ്ളോഗ് എടുക്കുന്നുണ്ട്. ഞങ്ങള് തുടങ്ങുന്നുണ്ട്, പക്ഷെ അവസാനിക്കണില്ല. അങ്ങനത്തെ എത്ര വീഡിയോസ് ഒന്നും ഫോണില്. നമ്മള് നല്ല പുറത്തൊക്കെ ഷോപ്പിങ്ങിന് ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് പോകുമ്പോ നമുക്കൊരു അവർക്കൊരു ചടപ്പുണ്ട്, നമുക്കൊരു. പിന്നെ അവരെ മുന്നിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ, ഒന്നാമത് എനിക്ക് പബ്ലിക്കിൽ ഭയങ്കര ഒരാളായിട്ട് നിന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഒരു പേടിയുള്ള ആളാണ്. അജിക്ക അങ്ങനെ തന്നെ. അജിക്ക പുറത്തുനിന്ന് ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് ഇപ്പൊ ഞമ്മളെ വീട്ടിൽ പോലൊന്നും മിണ്ടൂല. ഞാൻ പറയട്ടെ ഇപ്പം ഞങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട്, അത് ആരൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ പുറത്തുനിന്ന് ഒരാള് അവര് സ്ഥിരം നമ്മളെ കണ്ടിട്ട് അവര് ഫാമിലി പോലെ ഒരാള് പറയട്ടെ നമ്മളെ അടുത്തേക്ക് വരും. നമ്മളെ അടുത്തേക്ക് വരുമ്പോ അവർക്ക് നമ്മളൊരു ഫാമിലി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ കണ്ടിട്ട്, പക്ഷെ നമുക്ക് അവരെ അറിയില്ല. അപ്പം അവരെ മുഖത്തേക്ക് നോക്കി ഞാൻ പിന്നെ മുഖത്തേക്ക് നോക്കി സംസാരിക്കും. എനിക്ക് തീരെ മുഖത്തേക്ക് അജിക്ക് എങ്ങനെ പറയാം, ഒരാൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അജിക്ക് ഇങ്ങോട്ട് നോക്കി സംസാരിക്കുള്ളൂ, മുഖത്തേക്ക് നോക്കൂല. എനിക്ക് ഇനി എന്താണ് പറയാ, അല്ലെങ്കിൽ ഇനി എന്താ സംസാരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ട് വരും. എനിക്ക് ഒരാള് സംസാരിക്കും ഇങ്ങനെ, പിന്നെ എന്താ പറയാ, പിന്നെ എങ്ങനെ അജിക്കപ്പ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അജിക്ക് ഇങ്ങോട്ട് നോക്കിട്ട് ആളെവിടെയാണ് നിക്കണേ, അജിക്ക് ഇങ്ങോട്ട് നോക്കിട്ട് സംസാരിക്കും. ഇവിടെ എപ്പോഴും മരങ്ങളെന്തോ ഒരാളെ മുഖത്തേക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു വിചാരിക്കൂല അവിടെയാണ്. പക്ഷെ ഞാനിപ്പോ ഇവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര സൈലന്റാ. റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇങ്ങനെ ഒരാളെ ഫേസ് ചെയ്യാൻ എനിക്ക് എന്റെ ഫാമിലിനായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കണം. എന്താ പറഞ്ഞാല് സംസാരിക്കുന്ന ആളാവണം. നമ്മളിങ്ങനെ ഈ മത്ത കുത്തിയ കുമ്പള മുളക്കില്ല പറയണ പോലെ ഞാനും ഫസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളിപ്പോ പുറത്ത് പോയിക്കൊണ്ടെങ്കിൽ ഫസിന്റെ ഫാമിലി പെട്ട ഒരാള് ഫസ്റ്റ് എന്തോട്ടെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് അയാളെ അറിയൂല. അപ്പൊ ഞാൻ അയാളെ ഒന്ന് കൈ ഷെയ്ക്കാൻ കൊടുത്തിട്ട് എന്താ പാട്ട് സുഖല്ലെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഇവര് എന്നെ അറിയില്ലല്ലോ, അയാൾക്ക് എന്നെ അറിയില്ല. ഫസ്റ്റിന്റെ ഫ്രണ്ടാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ നിന്നിട്ട് അവരെ കൂട്ടി നിൽക്കണം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, എന്താ പറയുക സുഖമില്ലെന്ന് വെച്ചിട്ട് ഞാൻ പതുക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ ഇതിന്റെ ഭർത്താവല്ലേ, ഇത് മറ്റാൾ ആരെങ്കിലും വരുന്ന കാണുമ്പോ മറ്റേ കാമുകന്മാർ ഒളിക്കണ പോലെ റൂമിന്റെ ഉള്ളിൽ കയറി ഇരിക്കും. അതൊക്കെ അങ്ങോട്ട് വാങ്ങിക്കോട്ടെ ഇങ്ങനെയൊക്കെ എനിക്ക് ദേഷ്യം എനിക്കൊരു പരിധി കൂടുതൽ അറിയാത്ത ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യണ ഭയങ്കര
സംസാരിക്കാനും സംസാരിക്കാനും അങ്ങനെ ഇഷ്ടമാണ്. പ്രശ്നമല്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ പബ്ലിക്കിന്റെ മുന്നിൽ ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്ക് കമ്പനിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടൂല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ പക്ക ഹൈപ്പർ ആക്റ്റീവ് ആണ്. പക്ഷെ എനിക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഭയങ്കര എന്തൊരു സംസാരിക്കൂടെ. ആരാ ഇപ്പം നിങ്ങളൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായിട്ട് നിങ്ങളായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, അങ്ങനെ ഒരു ഇതുള്ള ആളാണ്. അപ്പോൾ ആരും ഒന്നും ഞങ്ങൾക്ക് ജാടയാണെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത്. അതൊരു ജനറ്റിക്കൽ ഡിസോർഡർ ആയിട്ട് കണ്ടാൽ മതി. അത് നിങ്ങളുടെ അടുത്തതല്ല, പെരയിലും അങ്ങനെ തന്നെയാണ്. പെരയിലും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ എടുത്താൽ മതി. അപ്പോ ഇത്രയൊക്കെയാണ് വിശേഷം. പറഞ്ഞു കൊറേ എത്തി. നമ്മളെ കണ്ടന്റ് കുറച്ച് നമ്മള് വർത്താനം കൂടുതലായി. അപ്പോ നിങ്ങളെ നാട്ടില് ഇങ്ങനെയൊക്കെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു, കൊറേ ഒക്കെ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ ചെയ്യാ. ഇനി എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളതും കമന്റ് ചെയ്യും. ഒരുപാട് പേര് പ്രാങ്ക് വീഡിയോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എങ്ങനെ അത് ചെയ്യാ എന്നുള്ളത്. പക്ഷെ ഇന്നലത്തെ ശരിക്കും ഒരു പ്രാങ്ക് ആയിരുന്നു. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു. ആ ടീഷർട്ടിന്റെ ഒരുപാട് പേരുള്ള പല ആൾക്കാർക്കും ഫേസ് കാണിക്കാൻ മടി. അങ്ങനത്തെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഡെയിലി ഞാൻ ഓൺ വോയിസ് വീഡിയോ ഇല്ല. കാരണം എന്റെ ഡെയിലി വ്ളോഗ്സ് എന്നല്ല, മോർണിംഗ് റുട്ടീന്, ഓഫീസ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡേ, രാത്രി ഓഫീസ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡേ ഒക്കെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഷോർട്സ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ, ഹാപ്പി ആയിരിക്കുക. അപ്പൊ അത്ര. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.